ഏലിയാവിനെ ദൈവം ഭൂമിയിൽ നിന്നും എടുക്കുവാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ അപ്പോഴും ഈ എലീശ കൂടെയുണ്ട്. മറ്റാരും ഏലിയാവിന്റെ കൂടെയില്ല. എലീശ ഏലിയാവിനെ വിട്ടുപിരിയാതെ ഏലിയാവിനോട് ചേർന്ന് നടക്കുകയാണ്. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ ഏലിയാവ് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? നിനക്കെന്ത് വേണം? എന്നിൽ നിന്ന് നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ പോകാൻ പോവുകയാണ്, എന്നെ ദൈവം എടുക്കാൻ പോവുകയാണ്, ഈ സമയം നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് എലീശയോട് ചോദിച്ചപ്പോൾ എലീശ ഭൗതികമായതൊന്നും ചോദിച്ചില്ല. താൻ ആത്മീകമായി സംസാരിക്കുകയാണ്. താൻ പറയുകയാണ്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്, ഡബിൾ പോർഷൻ എനിക്ക് വേണമെന്ന് തൻ്റെ ഗുരുവിനോട്, തൻ്റെ ആത്മീക പിതാവിനോട് എലീശ പറയുകയാണ്. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ മക്കൾ ആത്മാവിനെ പ്രാപിക്കുവാൻ, ഏതാത്മാവിനെ? ദൈവാത്മാവിനെ, പരിശുദ്ധാത്മാവിനെ, ദൈവാത്മാവിന്റെ ജീവനെ പ്രാപിക്കുവാൻ ഒരു ആഗ്രഹമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ പാദത്തിൽ ആരാധിക്കുമ്പോൾ ഈ ചിന്ത തന്നെ നമുക്ക് വേണം. ആ ആത്മസാന്നിധ്യം എനിക്ക് വേണം, ആത്മാവിന്റെ ശക്തി എനിക്ക് വേണം. അതാണ് എന്നെ ജീവിപ്പിക്കുന്നത്, അതാണ് എന്നിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ കൊണ്ടുവരുന്നത്, അതാണ് തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിൽ എന്നെ നടത്തുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിൽ വരുമ്പോൾ കർത്താവിനോട് ചേർന്നിരിപ്പാൻ എനിക്ക് കഴിയും, കർത്താവിനോട് കൂടെ നടക്കുവാൻ എനിക്ക് കഴിയും, തുറന്ന സ്വർഗത്തിന്റെ അനുഭവത്തിൽ ഇരിപ്പാൻ എനിക്ക് കഴിയും. ദൈവത്തിന്റെ ദൂതന്മാർ എൻ്റെ അടുക്കൽ ഇറങ്ങി വരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള മനുഷ്യരുടെ അടുക്കൽ സ്വർഗം തുറന്നിരിക്കും. മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് അനുഭവങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ.